കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുണ്ട് ഈ കിച്ചുവിനെ കുറിച്ചുള്ള സംസാരമാണ് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടേയിരുന്നത്. അതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ രേണു തന്നെയായിരുന്നു. രേണു ഇത് കണക്ക് അസുഖം അതിന് ശേഷമുണ്ട് ഈ കിച്ചു വന്ന് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് ഇത് കണക്ക് മെസ്സേജ് അതുപോലെ തന്നെ ഒരുപാട് പേര് തന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ കിച്ചു ഉണ്ടെങ്കിൽ തന്നെ വന്ന് കണ്ടിട്ടില്ല, ഞാനുണ്ടെങ്കിൽ അവനെ വളർത്തിയതാണ്, എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അവനെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കിച്ചു വന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നും വന്നില്ലെന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾക്ക് ഇത് കണക്ക് പറഞ്ഞിട്ടുള്ളതായിരിക്കും ഈ നേരത്തെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും വരാത്തതെന്നുള്ളത്. പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞ കണക്ക് ഇത് കണക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും വന്ന് കാണുന്നതിന് ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും നമ്മളോട് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ശരി ഇങ്ങനത്തെ ഒരു അസുഖം വന്ന് കിടക്കുമ്പോഴത്തേക്ക് അവരെ ചെന്നൊന്ന് കാണുന്ന ഒരു മര്യാദയായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കിച്ചുവിന് മെസ്സേജൊക്കെ അയക്കുമ്പോഴത്തേക്ക് ഒരു റെസ്പോണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കിച്ചു ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഭയങ്കര വിഷമം ഞാൻ പോയി കാണാത്തത് കൊണ്ട്, അതുകൊണ്ട് തന്നെ പോയി കാണാമെന്നുള്ള രീതിയിൽ ഒരു ഷോർട്ട് ക്ലിപ്പ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയത് അങ്ങനെ പറഞ്ഞത് തൊട്ട് ശരിയായില്ല. കാരണം അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. ഇപ്പം അവർക്ക് പോയി കാണാൻ താല്പര്യമില്ലെങ്കിൽ അവൻ പോയി കാണണ്ട, അത്രേ ഉള്ളൂ. അതിന് പകരം ഇതേണത്തുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെയും കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെയാണ് കാരണങ്ങളെന്നുള്ള രീതിയിലൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്, എന്തുകൊണ്ടാണ് താൻ പോകാത്തതെന്നുള്ള രീതിയിൽ. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം തന്നെയാണ്. നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് ചെയ്യുന്നത് നല്ലതല്ല, കുട്ടികൾക്ക് അത് ശരിയാവത്തില്ല എന്നുള്ള രീതിയിലൊക്കെ. സോ ഇതിനെക്കുറിച്ചുള്ള കാര്യം ഉണ്ടെങ്കിൽ കിച്ചുവും രേണുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇപ്പോൾ സാധാ രീതിയിലുണ്ടെങ്കിൽ ഓരോ ഉദ്ഘാടനങ്ങളും അതോടെ തന്നെ ആൽബത്തിലൊക്കെ അഭിനയിക്കാൻ പൈസയൊക്കെ കിട്ടുന്നുണ്ട്, അത് തന്നെ പോരെ, ചുമ്മാ എന്തിനാണ് ഇത് കണക്ക് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഉണ്ടെങ്കിൽ രേണു അത് നിർത്തുകയും ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ തുടർന്ന് പോയി തന്നെ ഇരുന്നത്. ആ സമയത്താണ് ഇവർ തമ്മിൽ വലിയൊരു പ്രശ്നമാവുകയും വിള്ളലാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിന് ശേഷമാണ് പിന്നെ കിച്ചു ഉണ്ടെങ്കിൽ രേണുവിൻ്റെ കാര്യത്തിൽ തലയിടുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇതേ കണക്കുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഫാമിലി ഉണ്ടെങ്കിൽ നല്ലോണം ബാധിക്കും. കിച്ചുവിനെ ആ കുട്ടിക്കോ ഹൃദയപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ രേണു ഉണ്ടെങ്കിൽ അത് നിർത്തുകയൊന്നും ചെയ്തില്ല, ഇപ്പോഴും പൊയ്ക്കൊണ്ട് ഉള്ളത് തന്നെയാണ് അതും.